Hi friends, welcome to Craft and Dreams. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. മൈദ വേണം. 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml 2 കപ്പ് മൈദ. പിന്നെ പഞ്ചസാര ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ മോസറല്ല ചീസ് ഞാൻ മിൽക്കി മിസ്റ്റിന്റെ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്ലോക്ക് ആയിട്ടും കിട്ടും, പിന്നെ സ്ലൈസ് ചെയ്തും കിട്ടും, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ഒരു ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ തക്കാളി, സവോള, പിന്നെ ഒരു ചെറുനാരങ്ങ വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് വേണം. പിന്നെ ഒലീവ് ഓയിൽ, പിന്നെ ഈസ്റ്റ് വേണം. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാൻ 2.25 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് എല്ലാം. ഇതിൽ കുറച്ച് ഒരു ഏകദേശം 1/2 ഗ്ലാസ്സിൽ കൂടുതൽ ഇളം ചൂടുവെള്ളം മിക്സ് ചെയ്യണം. 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയാലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാവ് പൊന്താൻ ഹെൽപ്പ് ചെയ്യും. അധികം ചൂട് പാടില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂട് മാത്രമേ പാടുള്ളൂ. മിക്സ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെക്കും. അപ്പോൾ ഈസ്റ്റ് ഇപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈസ്റ്റിൻ്റെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി മൈദ ആഡ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കാം. ഓയിൽ ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ, ഏകദേശം 2 ടേബിൾ സ്പൂണോളം വേണം. ബാക്കിയുള്ള മൈദയും കൂടി ആഡ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം ആഡ് ചെയ്യരുത്. ഒരു ലൈറ്റ് ഇളം ചൂടുവെള്ളം ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ലോണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടോ, ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു നനഞ്ഞ ഒരു ടർക്കിയോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കാം. ഇനി ഒരു ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണ് ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 3-4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര് ഒരു പകുതി കട്ട് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു കളർ കിട്ടും. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് സെറ്റ് ആവാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി 3 മണിക്കൂർ സെറ്റ് ആവാൻ വെച്ചിരുന്നു. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം പൊന്തിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോത്തിലൊക്കെ കുറച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാപ്സിക്കവും തക്കാളിയും സവോളയും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പകരം നിങ്ങൾക്ക് ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഫോർക്ക് യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അധികം തിക്നെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സൈഡിൽ കുറച്ചും കൂടി തിക്നെസ് വേണം.
ഇനി നമുക്ക് പാനിലേക്ക് മാറ്റാം. ഞാൻ പാനിൽ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് പിസ്സ ഉണ്ടാക്കി എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മതിയാവും. ഞാനിപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അടിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഫ്രൈ പാൻ ആയാലും മതി. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ ഓയിൽ സൈഡിൽ കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് ഓയിൽ ആഡ് ചെയ്തത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇപ്പൊ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനലിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പമുള്ളൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്